ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. റമദാൻ പ്രിപ്പറേഷൻ ആയിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തത്. അപ്പം ഫസ്റ്റ് തന്നെ ടാബിളും കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് അവിടെയൊക്കെ ഉള്ള പൊടികളൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാനൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഈ ക്ലീനിങ് കാര്യത്തിൽ എൻ്റെ ഡസ്റ്റ് അലർജി വലിയൊരു വില്ലനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തുമ്മൽ വരും. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് തന്നെയാണ് ക്ലീനിങ്ങിനേക്ക് ഇറങ്ങിയത്. പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ റൂമിലേക്ക് പോയിട്ട് അവിടെയുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തു. ഞാനിവിടെ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. നമ്മളിതിലൊരു അൺബോക്സിങ് വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഒരു ലിപ് ബാമിൻ്റെ ആണ്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലിപ്സൊക്കെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ ബെഡ്ഷീറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ്സ് ഞാൻ ഒന്നുകൂടിയും റീഫോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്പേസ് കുറച്ച് കുറവായിരുന്നു ആ ഷെൽഫിൽ. അപ്പോൾ ഒന്നുകൂടി റീഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അടക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സൈഡിൽ ഞാൻ വിചാരിക്കുന്നത് ബേബിൻ്റെ ഡയപ്പറും പിന്നെ ക്രീംസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളെന്തായാലും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ബേബി പൗഡറും ക്രീമും ഡയപ്പറൊക്കെ അവിടെ സെറ്റ് ചെയ്തു. ബേബിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുമ്പോൾ അത് ഉമ്മാക്ക് കുറച്ചും കൂടിയും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഡ്രസ്സിങ്ങിൽ കുറച്ച് എന്താ പറയുക ആൽബംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് അതായത് 90s പിന്നെ ഉമ്മാൻ്റെ കല്യാണ സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നത് 2003 അങ്ങനെയുള്ള ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആൽബംസൊക്കെ ഇപ്പോഴും ഉമ്മാൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് ആ ഒരു ടൈമിലുള്ളതും പിന്നെ 90s ഉള്ളതൊക്കെ ഉണ്ട്. ഉപ്പാൻ്റെ കാലത്തുള്ള ഡയറീസ് വരെ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദുബായിലുള്ള സമയത്ത് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്. ഒരു 10 വർഷം എങ്ങാനും മുമ്പുള്ള ഫോട്ടോസൊക്കെയാണിത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു വെച്ചു. ഇതൊക്കെ ഉമ്മാൻ്റെ എന്താ പറയുക ഫേവറേറ്റ് തിങ്സിൽ പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉമ്മ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എടുത്തു വെക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചെറുതിലുള്ള ഐഡൻറ്റിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ UKG LKG ഒക്കെ പഠിക്കുന്ന അത് ഇപ്പോഴും ഉമ്മാൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തു. പിന്നെ ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ ആൽബംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡ്രസ്സിങ്ങിൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതുപോലെ സെറ്റ് ചെയ്തു. പിന്നെ റൂമിൽ വന്നിട്ട് ഈ ഫാനിൻ്റെ ഒക്കെയുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ വിൻഡോസിൻ്റെ സൈഡ് അങ്ങനെയൊക്കെയുള്ള സൈഡിലൊക്കെയാണ് ഈ ഒരു ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അധികം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തു. പിന്നെ ഈ റൂമിലുള്ള സെറ്റിങ്സ്, അതായത് ഈ ഡ്രസ്സിങ്ങും ബെഡും ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോർമലി ഈ ഒരു റൂമിൽ സൺലൈറ്റ് കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിങ് ഒരുക്കി വെച്ചപ്പോൾ കുറച്ച് വേണ്ടാത്ത പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് അടിച്ചു വാരുന്നുണ്ട് അവിടെയൊക്കെ. എനിക്ക് ഈ സെറ്റിങ്സൊക്കെ റീസെറ്റ് ചെയ്യുന്ന കാര്യം വളരെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചേഞ്ച് അല്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്നൊന്ന് അത് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു രസം. അപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയും സെയിം ടൈപ്പാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യും, ഇങ്ങനെ ഇട്ടാൽ ഓക്കെ ആയിരിക്കില്ലേ. അങ്ങനെ ഇങ്ങനെ കുറച്ച് പ്ലാനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുക. നമുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ സെറ്റിങ്സൊക്കെ മാറ്റിയിടുന്നത്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്.
നൈക്കയിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നോർമലി ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുള്ളത്. അതായത് ഇതെൻ്റെ റീപർച്ചേസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണിത്. ഇതെന്ന് പറയുന്നത് ഒരു ലിപ് ബാമാണ്. അതായത് വൈറ്റമിൻ സി പ്ലസ് ഇ, വൈൽഡ് ബെറീസൊക്കെ ഉള്ള ഒരു ലിപ് ബാമാണ് ഇത് വന്നിട്ടുള്ളത്. സാധാരണയായിട്ട് എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. അതായത് വിൻ്ററൊക്കെ ആവുന്ന സമയത്ത് ഡ്രൈ എന്ന് പറഞ്ഞാൽ ബ്ലഡൊക്കെ വരുന്ന രീതിയിൽ അത്രയും ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ് എൻ്റെത്. അപ്പോൾ ഞാൻ ഡെയിലി ബേസിസിൽ ഒരു ലിപ് ബാം എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീന് പോലെ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ എന്താ പറയുക, ഈ മോയ്സ്ചറൈസർ, സിറം, ടോണർ അങ്ങനത്തെ രീതിയിലൊന്നും ചെയ്യില്ലെങ്കിലും ഈ ഒരു ലിപ് കെയർ ഞാൻ എന്തായാലും ചെയ്യും. ഇത് കുറച്ച് ടിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ലിപ് ഗ്ലോസ് ഇട്ട ഫീലാണ് ഇതിട്ട് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, നീ ഡെയിലി വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടാണോ നടക്കുന്നതെന്ന്. പക്ഷേ ഇത് ലിപ്സ്റ്റിക്ക് അല്ല, ലിപ് ബാമാണ്. അതായത് നമ്മൾ ലിപ്പിനെ, ഡ്രൈ ആയിട്ടുള്ള ലിപ്സിനെ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി അങ്ങനെയുള്ളവർ, അതായത് അത്രയും ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ഉള്ള ആളുകൾ നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ലിപ്പ് കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ പ്രൊഡക്റ്റ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷേ എനിക്ക് യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് നോർമൽ ലിപ് ബാംസിനേക്കാളും ടിൻറ്റഡ് ലിപ് ബാംസ് കുറച്ചും കൂടിയും ഇഷ്ടമാണ്. അതായത് മാമാ എർത്തിൻ്റെ ഇതേപോലെ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മാമാ എർത്തിൻ്റെ റോസ് എന്ന് പറഞ്ഞ ഒരു ലിപ് ബാം. അപ്പോൾ ഈ ഒരു ടിൻറ്റഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ടിൻറ്റഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമലി ഉള്ള അതായത് ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ള. ബസ്സിലാണ് പോകുന്നത്. ഫ്രണ്ടിൻ്റെ വീട് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് അങ്ങനെയുള്ളൂ. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പാർക്കിലാണ്, മാഹിയാണ്, മുകുന്ദം പാർക്ക്. അവിടത്തേക്കാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 7 ഇയേഴ്സിൻ്റെ മേലെയായി. നമ്മൾ ടൈം കിട്ടുമ്പോൾ ഒക്കെ നമ്മളെ മീറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ അതങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് അസാനെ വിളിച്ചത്. അസാന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു, പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങിയതാണ്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഒന്നും നല്ല രീതിക്ക് നടക്കാറില്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ഒരു പ്ലാൻ. അപ്പോൾ അങ്ങനെ അവളെയും കൂട്ടി ജസ്റ്റ് ഒന്ന് പാർക്കിൽ പോയിരുന്നു, കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവൾ ഈ ലാസ്റ്റ് വീക്ക് ഡൽഹിയിലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഈ 2 ഇയറിങ്സ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല, പക്ഷേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പറയില്ലേ, അതായത് നമ്മുടെ എല്ലാ അപ്പിലും ഡൗണിലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു ഫ്രണ്ട്, അതാണ് ഇവളെനിക്ക്. അൽഹംദുലില്ലാ, ഞാനതിൽ വളരെ ലക്കിയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ അവിടെ പോയിരുന്ന് കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു, കുറച്ച് സംസാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. പിന്നെ റമദാൻ പ്രിപ്പറേഷൻ വ്ലോഗൊക്കെ ഇതിനു മുമ്പും ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. മേലിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.